കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MPH 008 MSc ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു പേപ്പറിന് ഇനി വരുന്ന ഡിസംബർ TEE 2025 എക്സാമിന് കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മുടെ MPH 008ൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്യുമ്പോൾ ആക്ഷനബിൾ ആയിട്ടും ഡാറ്റ ഡ്രിവൺ ആയിട്ടും എങ്ങനെ ഒരു റിവിഷൻ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അതായത് ഓരോ ബ്ലോക്ക് നമ്മൾ മാപ്പ് ചെയ്യുമ്പോഴും ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളതും, അതുപോലെ ഡെറിവേഷൻസും കാര്യങ്ങളും ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് പഠിക്കേണ്ടത്, അതുപോലെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ട്രാൻസ്ലേറ്റ്സ് ഒക്കെ എങ്ങനെ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ കുറേ റീസെൻറ്റ് ടേം ആൻഡ് എക്സാമിനേഷൻസ് നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിലയിരുത്തിയിട്ട് എങ്ങനെയായിട്ടാണ് ഒരു ക്വാണ്ടിറ്റി ഫ്രീക്വൻസിയിലും അതുപോലെ ഡിപ്പിക്കൽ ഡെപ്തായിട്ടും മാർക്ക് അലോക്കേഷൻസും ഒക്കെ അനുസരിച്ച് കൂടുതൽ പ്രഡക്റ്റിലൊന്നും പഠിക്കാതെ പ്രിസിഷനായിട്ട് എങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിതിലൂടെ പറഞ്ഞു പോകുന്നത്. അതുപോലെ ഇതിൻ്റെ അവസാനം നമ്മളൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, ഡോക്യുമെൻറ്റ് റോഡ് മാപ്പ്, സിലബസ് മാപ്പിംഗ്. നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ സിലബസിനെ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ യൂണിറ്റ്സ് ആയിട്ടും ദെൻ മൈക്രോ ടോപ്പിക്സ് ആയിട്ടും എല്ലാം ഉണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ട മസ്റ്റ് നോ റിസൾട്ട്സും അതുപോലെ ഹിസ്റ്റോറിക്കൽ റെലവൻസിനനുസരിച്ച് ഓരോ ടോപ്പിക്കും ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നെല്ലാം നമ്മളിതിലൂടെ പറഞ്ഞു പോകുന്നു. അതുപോലെ നെക്സ്റ്റ് വൺ, എക്സാം പാറ്റേൺ അനാലിസിസ്. നമുക്ക് എക്സാമിൻ്റെ ഫോർമാറ്റ്സ്, അതുപോലെ സ്ട്രക്ചർ, മാർക്ക് ട്രെൻഡിനനുസരിച്ച് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എക്സാംസിന് വരുന്നത്, അതുപോലെ ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. നമുക്ക് ആവർത്തിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ അത് എത്ര തവണയ്ക്കാണ് ആവർത്തിച്ച് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിലൂടെ പറഞ്ഞു പോകുന്നു. നെക്സ്റ്റ്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. ഓരോ ബ്ലോക്കിലും യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, കൂടുതൽ അപ്പിയറൻസ് വരുന്നത്, അതിൻ്റെ പ്രോബബിലിറ്റി കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ. നമ്മൾ ഇതിലൂടെ കൂടെ ആഡ് ചെയ്യുന്ന ആ പ്രഡിക്റ്റീവ് പേപ്പർ നമ്മൾ റിവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രാക്ടീസ് സെറ്റായിട്ട് കിട്ടും. അത് നമ്മുടെ ഇനി വരുന്ന എക്സാമൊക്കെ ഡിഫിക്കൽട്ടി ഒക്കെ മാറ്റി തരാനും നമുക്ക് കറക്റ്റായിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. നമ്മുടെ മാർക്കിംഗ് സ്കീമിനനുസരിച്ച് ഓരോ സൊല്യൂഷനും സ്റ്റെപ്പ് വൈസ് ആയിട്ട് എങ്ങനെ എഴുതാം, എത്ര ടൈം എടുത്ത് എഴുതാം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കീ ജോർഗാൻ WKB എന്ന് പറഞ്ഞ ഒരു സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ. ഓരോ സ്ലോലി വേരിയും പൊട്ടൻഷ്യൽസിനും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ ക്ലബ് ഗോർഡൻ കോഎഫിഷ്യൻസ്, നമ്മൾ 2 ആംഗുലർ മൊമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ടേബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ്, മെത്തഡോളജിയാണ് പറയുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷത്തെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ജൂൺ 2024, ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025 എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ടോപ്പിക് ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, മാർക്കിനനുസരിച്ച് എങ്ങനെയാണ് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ഓരോ ബ്ലോക്സിൽ നിന്നും എത്രത്തോളമാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒഫീഷ്യൽ സിലബസ് കറക്റ്റായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് വൺ, സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്
വിത്ത് എക്സാം റെലവൻസ് ആണ് കാണിക്കുന്നത്. സോ ഓരോ ബ്ലോക്സിലും ഓരോ യൂണിറ്റിലെയും ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമുക്ക് എക്സാമിന് വരാറുള്ളത്, അതിന് എക്സാം വന്നിട്ടുള്ള അപ്പിയറൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ റെലവൻസ് കാറ്റഗറി ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ആൻഡ് മൊമെന്റം ജനറേറ്റർ എന്നുള്ളത് 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഹൈ റെലവൻസിലുള്ള ഒരു ടോപ്പിക്കാണ്. സോ മസ്റ്റായിട്ടും കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ, റൊട്ടേഷൻ ഓപ്പറേറ്റർ ആൻഡ് യൂണിറ്ററി ഓഫ് റൊട്ടേഷൻസ്, അതുപോലെ മീഡിയം റെലവൻസിന് വരുന്ന 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ടൈം ട്രാൻസ്ലേഷൻ ആൻഡ് എനർജി കൺസർവേഷൻ എന്നുള്ളത് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് യൂണിറ്റ് 2-ലെ പാരിറ്റി ഓപ്പറേറ്റർ ആൻഡ് ഐഗൻ വാല്യൂസ് എന്നുള്ളത് 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹൈ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടൈം റിവേഴ്സൽ ആൻഡ് ആൻറ്റി യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് യൂണിറ്റ് 3-ലേക്ക് വരുമ്പോൾ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആൻഡ് പെർമ്യൂട്ടേഷൻ ഓപ്പറേറ്റർ എന്നുള്ളത് 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഹൈ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിമട്രൈസേഷൻ പോസ്റ്റുലേറ്റ് ആൻഡ് പോളി എക്സ്ക്ലൂഷൻ എന്നുള്ളത്. ഇനി യൂണിറ്റ് 4-ലേക്ക് വരുമ്പോൾ മീഡിയം റെലവൻസിന് വരുന്ന 2 ടോപ്പിക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അഡീഷൻ ഓഫ് ആംഗുലർ മൊമെന്റ J1 പ്ലസ് J2 ആൻഡ് ക്ലബ്ഷ് ഗോർഡൻ കോഎഫിഷ്യൻസ് ആൻഡ് JZ മെട്രിക്സ് എന്നുള്ള 2 ടോപ്പിക്സ്. നെക്സ്റ്റ് ബ്ലോക്ക് 2 അപ്രോക്സിമേഷൻ മെത്തേഡ്സിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 5-ലെ ഒരു ഹൈ റെലവൻസിന് വരുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി എന്നുള്ളത് 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മീഡിയം റെലവൻസിന് വരുന്ന ഒരു ടോപ്പിക്കാണ് അപ്ലിക്കേഷൻസ് സ്റ്റാർക്ക് സീമാൻ ഫൈൻ സ്ട്രക്ചർ എന്നുള്ള ഒരു ടോപ്പിക്ക്. ഇനി യൂണിറ്റ് 6 നോക്കുമ്പോൾ വേരിയേഷണൽ മെത്തേഡ് എന്നുള്ളത് 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ WKB അപ്രോക്സിമേഷൻ ആൻഡ് ബൗണ്ട് സ്റ്റേറ്റ് ക്വാണ്ടിസൈസേഷൻ എന്നുള്ളത് യൂണിറ്റ് 7-ൽ നോക്കേണ്ട ഹൈ റെലവൻസിന് വരുന്ന 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ട് മറ്റൊരു ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 3 ടൈം ഡിപ്പെൻഡന്റ് പ്രീടെർബേഷൻ ആൻഡ് സ്കാറ്ററിംഗ് എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 8 നോക്കുമ്പോൾ ഇന്ററാക്ഷൻ പിക്ചർ ആൻഡ് 2 സ്റ്റേറ്റ് സിസ്റ്റം എന്നുള്ളതും അഡിയാബാറ്റിക് ആൻഡ് സഡൻ അപ്രോക്സിമേഷൻസ് എന്നുള്ളതൊക്കെ മീഡിയം റെലവൻസിന് വരുന്ന 2 ടോപ്പിക്സുകളാണ്. അതുപോലെ യൂണിറ്റ് 9-ലെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി പ്രീടെർബേഷൻ എക്സ്പാൻഷൻ എന്നുള്ളത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 10-ലെ ബോൺ അപ്രോക്സിമേഷൻ ആൻഡ് ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എന്നുള്ളത് 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഈ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എന്തായാലും കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു ബാർ ചാർട്ടാണ്. നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളമാണ് വരാറ് എന്നുള്ളത് ഈ ഒരു ബാർ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 സിമട്രി ആൻഡ് കൺസർവേഷൻ ലോസ് എന്നുള്ളതാണ് ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ബ്ലോക്ക്. സോ ആ ഒരു ബ്ലോക്ക് എന്തായാലും നിങ്ങൾ കവർ ചെയ്തിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് അതിന് സിമിലർ ആയിട്ട് വരുന്ന ക്ലോസ്ലി വരുന്നതാണ് ബ്ലോക്ക് 2 അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, അതുപോലെ ബ്ലോക്ക് 3 TD പെർട്ടർബേഷൻ എന്നുള്ളതൊക്കെ. സോ ഓരോ ബ്ലോക്സും അതിൻ്റെ റെലവൻസിനനുസരിച്ച് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ഹീറ്റ് മാപ്പ് സമ്മറിയാണ് തന്നിട്ടുള്ളത്. നമ്മളെ ഓരോ കളർ കോഡിനനുസരിച്ചും അതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളത് കളർ കോഡിനനുസരിച്ച് കൊടുത്തുള്ള ഒരു ഹീറ്റ് മാപ്പാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5-ൽ നിന്നും, അതുപോലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7-ൽ നിന്നും, അതുപോലെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10-ൽ നിന്നും ഒക്കെയാണ്. അതിന് എത്രത്തോളം അപ്പിയറൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 2 ഒക്കെയാണ്. സോ ഈ യൂണിറ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ള ടോപ്പ് 3 ഹൈ ഇയർഡ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ പാരിറ്റി ഓപ്പറേറ്റർ ആൻഡ് ഐഗൻ വാല്യൂസ് എന്നുള്ളത് ഓൾമോസ്റ്റ് എവരി പേപ്പറിലും അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമ്മളുടെ ഡയറക്റ്റ് പ്രൂഫായിട്ടോ അല്ലെങ്കിൽ ഈവൺ ഓർ ഓഡ് വേവ് ഫങ്ഷൻസിൻ്റെ കൺസെപ്ച്വൽ അപ്ലിക്കേഷൻസിലോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ സെക്കൻഡ് വൺ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി എന്നുള്ളത് ബ്ലോക്ക് 2-വിൽ ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ
അനലിറ്റിക്കൽ ഡെറിവേഷൻ, അതുപോലെ ഹൈഡ്രോജനിക് കറക്ഷൻസിന് അപ്ലിക്കബിലിറ്റി ഒക്കെ ആ, നോക്കി പോവേണ്ട ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ ആണ് തന്നിട്ടുള്ളത്. റെഗുലർലി ഡെറിവേഷൻ കേസിലൊക്കെ റെഗുലർലി ടെസ്റ്റഡിലൊക്കെ കാണുന്നൊരു ഏരിയ ആണ്. അതുപോലെ നമ്മുടെ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ്സിലൊക്കെ ന്യൂമറിക്കൽ എസ്റ്റിമേറ്റിലൊക്കെ വരാറുണ്ട്. നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ആണ് കാണിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് തന്നിട്ടുണ്ട്, അത് എങ്ങനെയാണ് നേച്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ മാർക്ക് റേഞ്ചും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ടിപ്പിക്കൽ ലെങ്ത് ഓർ വേർഡ് കൗണ്ട് എത്രത്തോളമാണ് വേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ അനലറ്റിക്കൽ ഡെറിവേഷൻ ഓർ പ്രൂഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് അതിൻ്റെ നേച്ചർ ആയിട്ടുള്ളത് തിയററ്റിക്കൽ ഡെമോൺസ്ട്രേഷൻസ് ആയിട്ടാണ് വരാറ്. അതായത് നമ്മുടെ റൊട്ടേഷൻ ഓപ്പറേറ്റർ യൂണിറ്റി, അതുപോലെ പെർട്ടർബേഷൻ കറക്ഷൻസ്, അതിലൊക്കെ അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. സോ നമ്മുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാനും അൾജിബ്രായിക് സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 5 to 8 10 മാർക്സ് റേഞ്ചിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അത് 150 to 250 വേർഡ്സിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ന്യൂമറിക്കൽ ഓർ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ അതിൽ നമ്മുടെ കറക്ഷൻസ്, ഓരോ കമ്പ്യൂട്ടേഷൻസിൻ്റെയും കറക്ഷൻസും കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. അതായത് നമ്മളോട് ബോൺ അപ്രോക്സിമേഷനും WK എനർജീസും ഒക്കെ കാണാൻ പറയുന്ന ഒരു ഏരിയ. സോ 8 to 10 മാർക്സ് വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മാർക്സ് പ്രതീക്ഷിക്കാം. അതിൻ്റെ 120 to 180 വേർഡ്സ് ഇക്വേഷനും കൂടി ആഡ് ചെയ്തിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ഷോർട്ട് കൺസെപ്ച്വൽ നോട്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൺസെപ്ച്വൽ എക്സ്പ്ലനേഷൻസ് ആണ് ആവശ്യമുള്ളത്. അതായത് നമ്മുടെ പാരിറ്റി, ടൈം റിവേഴ്സൽ, ഇൻട്രാക്ഷൻ, പിക്ചർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്സിലൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും വരുന്നത്. സോ 3 to 5 മാർക്സിന് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 100 to 120 വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി തന്നിട്ടുള്ളത് ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ആണ്, 2 പാർട്ടിൽ വരുന്നത്. നമ്മുടെ കോമ്പിനേഷൻ ഓഫ് തിയറിയും അതുപോലെ കമ്പ്യൂട്ടേഷനും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മളോട് ഡിറൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ, ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യാനോ ഒക്കെ പറയുന്ന ഒരു ഏരിയ. സോ 10 മാർക്സിന് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. 200 to 300 വേർഡ്സിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി എക്സ്റ്റെൻഡഡ് എസ്സേ ഒക്കേഷണലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ നമ്മളോട് അതിൻ്റെ ഫുൾ ഡെറിവേഷൻ്റെ കൂടെ അപ്ലിക്കേഷൻ ഡിസ്കഷനും കൂടെ ആഡ് ചെയ്യാൻ പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. റയറായിട്ട് അപ്പിയർ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ചോദിക്കുമ്പോൾ നമുക്ക് 10 മാർക്സിന് ചോദിച്ചിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയ വന്നാൽ 300 to 400 വേർഡ്സിൽ വരെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റും എങ്ങനെയാണ് എഴുതേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനലിറ്റിക്കൽ ഡെറിവേഷൻ എന്നുള്ളൊരു ഫോർമാറ്റ് നമ്മളുടെ ലോജിക്കൽ ഡെറിവേഷൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പറേറ്റേഴ്സിൽ നിന്നും സിമട്രി പോസ്റ്റ്ലേറ്റ്സിൽ നിന്നൊക്കെ നമ്മുടെ ലോജിക്കൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നു. സോ യൂഷ്വലി 5 to 10 മാർക്സ് വരെ നമുക്ക് വരാം. അതുപോലെ സ്റ്റുഡൻസ് അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ എക്സ്പ്ലിസിറ്റ്ലി അസംഷൻസ് ഒക്കെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നുള്ളത് അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മുടെ സ്കാറ്ററിങ്ങിലും പെർട്ടർബേഷനിലും ഇതൊക്കെ നമ്മുടെ ഫോർമുലാസ് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് 8 to 10 മാർക്സിന് വരെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ എല്ലാ സ്റ്റെപ്സും കാണിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് കൺസെപ്ച്വൽ ഷോർട്ട് നോട്ട്സ് ഏരിയ. നമ്മുടെ റെസ്പോൺസസ് ഒക്കെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതായത് പാരിറ്റി, സിമെട്രൈസേഷൻ എന്നുള്ള ഏരിയാസൊക്കെ. സോ 3 to 5 മാർക്സിന് വരാവുന്ന ഒരു ഏരിയ ആണ്. ലെങ്ത് ഒന്നും കൂടാതെ പ്രിസിഷൻ ആയിട്ട് തന്നെ എഴുതേണ്ട ഒരു ഏരിയ ആണിത്. നെക്സ്റ്റ് ഹൈബ്രിഡ് 2 പാർട്ട് പ്രോബ്ലംസ് എന്നുള്ളത് കമ്പൈൻ എ പ്രൂഫ് ആൻഡ് അപ്ലൈഡ് കാൽക്കുലേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു ഏരിയ ആണ്. നമ്മുടെ WKB പ്ലസ് അപ്ലിക്കേഷനും കൂടി ആഡ് ചെയ്തേണ്ട ഒരു ക്വസ്റ്റ്യൻ ഏരിയ വരുന്നതാണ്. സോ 10 മാർക്സിന് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒരു സ്ട്രക്ചറായിട്ട് തന്നെ എഴുതി പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കിൽ നിന്നും
ആവറേജ് മാർക്സും കാര്യങ്ങൾ എത്രത്തോളമാണ് വരുന്നത്, അതിൻ്റെ വെയിറ്റും കാര്യങ്ങൾ എത്രത്തോളമാണ് വരുന്നത് എന്നാണ്. സോ നമുക്ക് ടോട്ടൽ 50 മാർക്സിൽ 100% വെയിറ്റിൽ നിന്ന് 50 മാർക്ക് പേപ്പറിൽ എത്രത്തോളമാണ് ഓരോ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരാറുള്ളത് എന്നാണ്. സോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ബ്ലോക്ക് 1 സിമട്രി ആൻഡ് കൺസർവേഷനിൽ നിന്ന് 36% വെയിറ്റിന് കാണാറുണ്ട്. ഇനി ബ്ലോക്ക് 2 അപ്രോക്സിമേഷൻ മെത്തേഡ്സിൽ നിന്ന് 16 മാർക്കിനാണ് വരാറ്. സോ 32% വെയിറ്റ് ആണ് കാണിക്കാറ്. അതുപോലെ ബ്ലോക്ക് 3 TD പെർട്ടർബേഷൻ ആൻഡ് സ്കാറ്ററി എന്നുള്ളത് 28% വെയിറ്റിന് കാണിക്കാറുണ്ട്. 14 മാർക്സ് വരെ ആവറേജ് വരാറുണ്ട്. ഇനി ക്രോസ് ടോപ്പിക് ഓർ റിലേറ്റിവിസ്റ്റിക് ആഡ് ഓൺസ് ക്ലൈൻ ഗോർഡോൺ ഡിറാക് എന്നുള്ളതൊക്കെ നമുക്ക് 4% വെയിറ്റിന് വരാവുന്ന ഒരു ഏരിയ ആണ്. സോ ആവറേജ് 2 മാർക്സിനൊക്കെ വരാറുണ്ട്. സോ ഓരോ വെയിറ്റേജിനനുസരിച്ച് തന്നെ പഠിക്കാം. നെക്സ്റ്റ് ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഓരോ ഇയർലി എക്സാംസിനും എത്രത്തോളമാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ടോട്ടൽ മാർക്സിന് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഷ്വലൈസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഫസ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വെയിറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയയാണ് ഡെറിവേഷൻ എന്നുള്ളത്. അതുപോലെ അതിന് റിലേറ്റീവ് ക്ലോസിലായിട്ട് വന്നിട്ടുള്ളതാണ് ന്യൂമറിക്കൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് കൺസെപ്ച്വൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ആൻഡ് അതിന് ഏറ്റവും ലേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ് ഹൈബ്രിഡ് എന്നുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. നമുക്ക് സ്റ്റെഡി ആയിട്ടുള്ള ഒരു റീസൺ ആണ് ഈ ഒരു വിഷ്വലൈസേഷനിൽ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ മാർക്സിൽ ഒരു 32% ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മളുടെ പെർട്ടർബേഷൻ, അതുപോലെ സ്കാറ്ററിങ് എന്നുള്ള ഏരിയാസ് ഒക്കെ. നെക്സ്റ്റ് ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് റിമൈൻ കോറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബട്ട് ഒരു ചെറിയ സ്ലൈറ്റ് ഡിക്രീസ് കാണിക്കുന്നുണ്ട് നമ്മുടെ സിൻസ് 2023 മുതലായിട്ട്. നെക്സ്റ്റ് ഒരു കൺസെപ്ച്വൽ തിയറി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് മാത്തമാറ്റിക്കൽ ടാസ്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ഓഫൺ ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പാണ് പറയുന്നത്. നമ്മുടെ 2 hour എക്സാമിന് 50 മാർക്സ് പേപ്പർ സ്ട്രാറ്റജി എങ്ങനെ എഴുതാമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ 24 മിനിറ്റ് നമുക്ക് 2 ലോങ് ക്വസ്റ്റ്യൻസിനായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് 80 മിനിറ്റ്സ് നമ്മുടെ 8 to 10 മാർക്ക് ന്യൂമറിക്കൽ ഓർ മിക്സ്ഡ് പ്രോബ്ലംസിന് വേണ്ടി റിസർവ് ചെയ്യാം. അതുപോലെ നമ്മുടെ 12 മിനിറ്റ്സ് നമ്മൾ 2 5 മാർക്ക് കൺസെപ്ച്വൽ നോട്ട്സിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഫൈനൽ 6 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ്സ് ഒക്കെ ഓക്കെ ആണോ, അതുപോലെ കോൺസ്റ്റൻസ്, ഡെറിവേഷൻ സ്റ്റെപ്പ്, ഇതൊക്കെ ഓരോ സ്റ്റെപ്സും ക്ലാരിറ്റിയിലാണോ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള 60 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി മാർക്സിനനുസരിച്ച് തന്നെ നമ്മുടെ പ്രിസിഷനായിട്ട് സ്ട്രക്ചേർഡ് ഡെറിവേഷൻസ് ഒക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ന്യൂമറിക്കൽ റീസണിങ് ഒക്കെ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ ഗിവൺ പാരാമീറ്റേഴ്സ് ഒക്കെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി തന്നിട്ടുള്ളത് ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പിയറൻസ് കൗണ്ടും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് ദ മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് ദ ജനറേറ്റർ ഓഫ് ഇൻഫൈനിറ്റെസിമൽ ട്രാൻസ്ലേഷൻ എന്നുള്ളത് 9 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, explain parity transformation and show that the eigenvalues of the parity operator are plus or minus 1 എന്നുള്ളത് 8 times അപ്പിയർ ചെയ്തിട്ടുണ്ട്.
Next, write and explain the symmetrization postulate. Derive eigenvalues of the permutation operator എന്നുള്ളത് 8 times appear ചെയ്തിട്ടുണ്ട്. Derive the total angular momentum eigencase for two angular momenta j equal to j1 plus j2 എന്നുള്ളത് 7 times appear ചെയ്തിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് വൺ, derive first order energy correction using time independent perturbation theory എന്നുള്ളത് 7 times appear ചെയ്തിട്ടുണ്ട്. Next, sixth one, apply the variational method to estimate the ground state energy of a simple harmonic oscillator എന്നുള്ളത് 6 times appear ചെയ്തിട്ടുണ്ട്. അതുപോലെ 6 times appear ചെയ്തിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് derive the WKP quantization condition and its validity criteria എന്നുള്ളത്. ഇനി 8th one, derive and explain the time evolution equation in the interaction picture എന്നുള്ളത് 5 times appear ചെയ്തിട്ടുണ്ട്. ഇനി 9th one, state and derive the first Born approximation for scattering amplitude എന്നുള്ളത് 9 times appear ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 10th one, write and explain the Klein-Gordon equation, discuss its probability interpretation എന്നുള്ളത് 4 times appear ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിച്ച് തന്നെ പോവുക. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു ഫ്രീക്വൻസി ടേബിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്, അതുപോലെ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അപ്പിയറൻസും കൗണ്ടും എത്രത്തോളമാണെന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് മാർക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്ക് 10 മാർക്കിൽ വന്നിട്ടുള്ള ഏരിയാസ് ആണ് സിമ്മട്രൈസേഷൻ പോസ്റ്റുലേറ്റ്, എഡീഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ, ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ, വേരിയേഷണൽ മെത്തേഡ്സ് എന്നുള്ളതൊക്കെ. അതുപോലെ ഇന്ററാക്ഷൻ പിക്ചർ, ബോൺ അപ്രോക്സിമേഷൻ, ക്ലൈൻ ഗോർഡൻ ഇക്വേഷൻസ് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. സോ ഈ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടോട്ടൽ എക്സാമിൻ്റെ ഒരു 65% വരെ മാർക്സിന് വരാറുണ്ട്. സോ എന്തായാലും പഠിച്ച് തന്നെ പോവാം. ഇനി തന്നിട്ടുള്ളത് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. ഫസ്റ്റ് വൺ, ഡ്രിൽ ഫോർ ടൈം എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അതായത് 5 മിനിറ്റ്സ് നിങ്ങൾ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാനൊക്കെ എടുത്തിട്ട് ബാക്കി 12 to 50 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 250 മുതൽ 300 വേർഡ്സ് വരെ നിങ്ങൾ എയിം ചെയ്തിട്ട് 10 മാർക്കിൻ്റെ ഒരു ഡെറിവേഷൻ ഇങ്ങനെയാണ് നമ്മൾ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് ലിങ്ക് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. മെനി ഡെറിവേഷൻസ്, അതായത് നമ്മുടെ ട്രാൻസ്ലേഷനിൽ നിന്ന് മൊമെൻറ്റം, ദെൻ റൊട്ടേഷനിൽ നിന്ന് ആംഗുലർ മൊമെൻറ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സിമ്മട്രി ലോജിക്ക് ഷെയർ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോയി എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് പറയാനുള്ളത് പ്രാക്ടീസ് ട്വൈസ് എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ടോപ്പ് 10 ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓരോ ടൈം കണ്ടീഷൻ അനുസരിച്ചും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ്. നമ്മുടെ ടോപ്പ് 10 റിപ്പീറ്റ്സ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ ക്വസ്റ്റ്യൻ ഏരിയാസിൽ നിന്നും 65% ഉണ്ടെന്നാണ് ഈ ഒരു പൈ ചാർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഓൾ അതർ ക്വസ്റ്റ്യൻസ് ഒരു 35% വരാറുള്ളൂ. സോ ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ച് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. സോ അതായത് നമ്മുടെ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ, ഓരോ ബ്ലോക്കിലെയും ഓരോ ടോപ്പിക്സ് ഏതൊക്കെ കാറ്റഗറിയിലാണ് എത്രത്തോളം പെർസെൻറ്റേജിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 സ്പേസ് ട്രാൻസ്ലേഷൻ ആൻഡ് മൊമെന്റം ഓപ്പറേറ്റർ ഒക്കെ ഹൈ കാറ്റഗറിയിൽ വരുന്ന 3 ടോപ്പിക്സുകളാണ്. സോ ഹൈ കാറ്റഗറിയിൽ വരുന്ന മറ്റ് 2 ടോപ്പിക്സുകളാണ് പാരിറ്റി ഓപ്പറേറ്റർ ആൻഡ് ഐഗൺ വാല്യൂസ്, സിമ്മട്രൈസേഷൻ പോസ്റ്റുലേറ്റ് ഓർ പെർമ്യൂട്ടേഷൻ ഓപ്പറേറ്റർ എന്നുള്ളത്. സോ ഇതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കുക, അതിനനുസരിച്ച് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ഹൈ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ എന്നുള്ളത് ഒരു ഏരിയ. നെക്സ്റ്റ് ഹൈ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് യൂണിറ്റ് 10 ബോൺ അപ്രോക്സിമേഷൻ, ഇലാസ്റ്റിക് സ്കാറ്ററി എന്നുള്ള ഏരിയ. സോ ഹൈ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് എന്തായാലും ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സ്പേസ് ട്രാൻസ്ലേഷൻ ആൻഡ് മൊമെന്റം എന്നുള്ളത് 6 പേപ്പേഴ്സിൽ ഒരു 5 പേപ്പേഴ്സിലെങ്കിലും അപ്പിയർ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റിന്റെ ഒരു കൺസെപ്ച്വൽ ലിങ്കേജിന്റെ കീ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വേണ്ടത്. നെക്സ്റ്റ് പാരിറ്റി ഓപ്പറേറ്റർ എന്നുള്ളത് ഷോർട്ട് 5 മാർക്ക് ഫോർമാറ്റിൽ എല്ലാ ഇയേഴ്സിലും എവറി ഇയറിലും നമ്മൾ റക്കർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. സോ പ്രൂഫ് ബേസ്ഡ് ഡെറിവേഷനിലാണ് മിക്കവാറും ഈ ഒരു
ക്വസ്റ്റ്യൻ ഏരിയ കാണാറുള്ളത്. നെക്സ്റ്റ് സിമെട്രൈസേഷൻ പോസ്റ്റ്ലെറ്റ് എന്നത് ബ്ലോക്ക് 1 സെൻറ്റർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. സോ നമ്മുടെ കൺസെപ്ച്വൽ ആൻഡ് അപ്ലൈഡ് ഫോംസിലൊക്കെ കോൺസ്റ്റന്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. നെക്സ്റ്റ് ആംഗുലാർ മൊമെൻറ്റം അഡീഷൻ എന്നുള്ളത് റെക്കറൻസ് ആയിട്ട് മോഡറേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ GZ ആൻഡ് ക്ലബ് ഗോൾഡൻ ഇവാലുവേഷൻ ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് പെർട്ടർബേഷൻ തിയറി എന്നുള്ളത് നമ്മുടെ ന്യൂമറിക്കൽ സെക്ഷനിലാണ് ഡോമിനൻ്റ് ആയി കാണാറുള്ളത്. സോ ഒരു 8 പേപ്പേഴ്സിലെ 7 പേപ്പേഴ്സ് വരെ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 1 പെർട്ടർബേഷൻ ടാസ്ക് എങ്കിലും നമ്മുടെ ഫീച്ചർ ചെയ്ത് ചോദിക്കാറുണ്ട്. സോ 6th വൺ വേരിയേഷണൽ മെത്തേഡ് എന്നുള്ളത് നമുക്ക് ബെനിയലി അപ്പിയർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ആൻഡ് കൺസെപ്ച്വൽ സിന്തസിസിലൊക്കെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് WKB അപ്രോക്സിമേഷൻ എന്നുള്ളത് 5 പേപ്പേഴ്സിൽ ഒരു 3 പേപ്പേഴ്സിലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇത് ഫീച്ചർ ചെയ്യുന്നത് നമ്മളെ ക്വാണ്ടൈസേഷൻ കണ്ടീഷനും അല്ലെങ്കിൽ വാലിഡിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് ഇൻട്രാക്ഷൻ പിക്ചർ എന്നുള്ളത് യൂണിറ്റ് 8 ഒരു കോർ ഏരിയ ആണ്. 2024 2024 ജൂണിലും ഡിസംബറിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻട്രാക്ഷൻ പിക്ചർ എന്നുള്ളത്. നെക്സ്റ്റ് വൺ അഡിയാബാറ്റിക് ഒരു സഡൻ അപ്രോക്സിമേഷൻ എന്നുള്ളത് 2023 മുതൽ ഒരു സ്റ്റഡി റീ അപ്പിയറൻസ് കാണുന്ന ഒരു ഏരിയ ആണ്. സോ മീഡിയം വെയിറ്റ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ബോൺ അപ്രോക്സിമേഷൻ എന്നുള്ളത് എവരി 2018 സെക്കൻഡ് പേപ്പേഴ്സിലും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഡെറിവേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് 11th വൺ ക്ലൈൻ ഗോൾഡൻ ഇക്വേഷൻ എന്നുള്ളത് ഓൾട്ടർനേറ്റ് ഇയേഴ്സിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മുടെ തിയററ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഫോമിൽ കാണാവുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഹൈ പ്രയോറിറ്റിയിൽ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. സോ ട്രാൻസ്ലേഷൻ ആൻഡ് മൊമെൻറ്റം, പാരിറ്റി ഓപ്പറേറ്റർ, സിമെട്രൈസേഷൻ പോസ്റ്റുലേറ്റ്, പെർട്ടർബേഷൻ തിയറി, WKB അപ്രോക്സിമേഷൻ, ബോൺ അപ്രോക്സിമേഷൻ എന്നുള്ളതൊക്കെ ഹൈ പ്രയോറിറ്റിയിൽ പഠിക്കേണ്ട ഒരു സ്റ്റഡി ലിസ്റ്റ് ആണ്. സോ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്, സ്ട്രാറ്റജിയും കാര്യങ്ങളും. സോ നമ്മൾ ഒരു ദിവസം നമ്മൾ ട്വൈസെങ്കിലും അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ആദ്യമുള്ള ടൈമൊന്നും അൺടൈംഡ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ ഒരു 10 മിനിറ്റ് കൺസ്ട്രെയിൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് വൺ നമ്മുടെ ഓരോ ഓപ്പറേറ്റർ കമ്മ്യൂട്ടേഷൻ റിലേഷൻസിൻ്റെയും അതുപോലെ ഡെറിവേഷൻ ഫോർമുലാസിൻ്റെ ഒക്കെ ഒരു ഫ്ലാഷ് കാർഡ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ഒരു ടീച്ച് ബാക്ക് മെത്തേഡാണ് പറയുന്നത്. സോ നമ്മുടെ ലോജിക്കൊക്കെ റീകോൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേർബലി ഓരോ ഡെറിവേഷനും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ടീച്ച് ബാക്ക് ചെയ്തിട്ട് മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റിയിലെ കുറച്ച് ഏരിയാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആംഗുലാർ മൊമെൻറ്റം അഡീഷൻ, വേരിയേഷണൽ മെത്തേഡ്, interaction picture, adiabatic or sudden approximation ആൻഡ് ക്ലൈൻ ഗോൾഡൻ ഇക്വേഷൻ എന്നുള്ളതൊക്കെ. സോ ഈ ഒരു ഏരിയ ഒക്കെ നമ്മുടെ ഓരോ ഡെറിവേഷനും നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് ഒരു 1 പേജ് സ്കിമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ പാസ്റ്റ് 3 ഇയേഴ്സിലെ ന്യൂമറിക്കൽ വേരിയൻസ് ഒക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ഓരോ ടോപ്പിക്സും പെയ്ഡ് ആയിട്ട് തന്നെ കമ്പൈൻ ചെയ്തിട്ട് കമ്പാരിറ്റീവ് ക്ലാരിറ്റി കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. അതായത് നമ്മൾ അഡിയാബാറ്റിക് വേഴ്സസ് സഡൻ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ഒരു കമ്പൈൻ ചെയ്തിട്ട് പെയ്ഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ലോ പ്രയോറിറ്റിയിൽ വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. ടൈം റിവേഴ്സൽ ഓപ്പറേറ്റർ, ആൻറ്റി യൂണിറ്ററി പ്രോസ്, degeneracy discussions under higher order corrections, and cross-topic numerical derivations involving spin orbit coupling എന്നുള്ളതൊക്കെ. സോ ഇത് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ സ്കിം ചെയ്തിട്ട് നമ്മുടെ ഡെഫിനിഷൻസിലും റിലേഷൻഷിപ്പിലും ഒക്കെ ഫുൾ ഡെറിവേഷൻസിലേറെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു ഏരിയാസിലൊക്കെ. ഓക്കെ, ദെൻ നമ്മുടെ ഫൈനൽ 3 ഡേ റിവിഷൻ വിൻഡോ ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ പഠിക്കാൻ നോക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ലോ പ്രയോറിറ്റി ഏരിയ. സോ 1 മോഡൽ സൊല്യൂഷൻസ് റെഡി ആക്കിയിട്ട് തന്നെ കീപ്പ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് പേപ്പർ 50 മാർക്കിന് 2 ഹവറിന് വരുന്ന ഒരു എക്സാം ഏരിയ ആണ്. സോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത് എന്ന് നോക്കാം.
First one, derive the relation between the space translation operator and the momentum operator in quantum mechanics. അതിൽ നമ്മളോട് മൊമെൻറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. വൈ മൊമെൻറ്റം ഈസ് കോൾഡ് ജനറേറ്റർ ഓഫ് സ്പേഷ്യൽ ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ദ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റ് ഇൻ എ റൊട്ടേഷണലി ഇൻവേറിയൻറ്റ് സിസ്റ്റം. അതുപോലെ കറസ്പോണ്ടിങ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മളോട് പാരിറ്റി ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഐഗൺ വാല്യൂസ് ഓഫ് ദ പാരിറ്റി ഓപ്പറേറ്റർ +or-1 ആണെന്ന് ഷോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ മീനിങ് ഓഫ് ഈവൺ ആൻഡ് ഓഡ് പാരിറ്റി സ്റ്റേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. 5 മാർക്സിന് വരുന്ന ഒരു ഏരിയയാണ്. നെക്സ്റ്റ് ബി പാർട്ടിൽ നമ്മളോട് ടൈം റിവേഴ്സൽ ഓപ്പറേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആർ പ്രിസർവ്ഡ് അണ്ടർ എ ടൈം റിവേഴ്സൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 3, റൈറ്റ് ഡൗൺ ദ സിമെട്രിക് ആൻഡ് ആൻറ്റിസിമെട്രിക് വേവ് ഫങ്ഷൻസ് ഫോർ 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഇൻ എ പൊട്ടൻഷ്യൽ വെൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സിമെട്രൈസേഷൻ പോസ്റ്റുലേറ്റ് ഡിസ്കസ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ബി പാർട്ടിൽ നമ്മളോട് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഐഡന്റിക്കൽ ഫെർമിയൻസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഡീജനറസി അറൈസസ് ഇൻ 2 പെർട്ടിക്കിൾ സിസ്റ്റം എന്നുള്ളത് ഷോ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി 4th വണ്ണിലേക്ക് വരുമ്പോൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റർ ജെ ഒപ്റ്റെയിൻഡ് ബൈ ആഡിങ് 2 ആംഗുലാർ മൊമെന്റ J1 ആൻഡ് J2. അത് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അലൗഡ് വാല്യൂസ് ഓഫ് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ J എന്നുള്ളത്. നെക്സ്റ്റ് ബി പാർട്ടിൽ ക്ലബ്ഷ് ഗോർഡൻ കോഎഫിഷ്യൻ യൂസ് ചെയ്തിട്ട് നമ്മളോട് കപ്പിൾഡ് ബേസിക് സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് അൺകപ്പിൾഡ് സ്റ്റേറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കപ്ലിംഗ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നെക്സ്റ്റ് 5th വൺ, ഡിറൈവ് ദ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ കറക്ഷൻസ് ടു ദ എനർജി ഓഫ് എ നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ് അണ്ടർ എ വീക്ക് പെർട്ടർബേഷൻ. 6 മാർക്സിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ബി പാർട്ടിൽ അപ്ലൈ ദ എബോവ് റിസൾട്ട് ടു എ 1 dimensional harmonic oscillator subject to a small and harmonic perturbation എന്നുള്ളത്. അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റെയിൻ എനർജി ഡിസ്കസ് ചെയ്യാനും കൂടി ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 6th വൺ വരുമ്പോൾ വേരിയേഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മളോട് അപ്പർ ബൗണ്ട് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ particle in a 1 dimensional പൊട്ടൻഷ്യൽ വെൽ എന്നുള്ളത് എക്സ്പ്രഷൻ ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഒരു വേവ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എനർജി എക്സ്പെക്ടേഷൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസ്കസ് ഹൗ ടു ഡിറ്റർമൈൻ ദ ഒപ്റ്റിമം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 7th വൺ, ഡിറൈവ് ദ WKB ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ മീനിങ് ഓഫ് ദ ടേണിംഗ് പോയിന്റ്സ് ഇൻ എ പൊട്ടൻഷ്യൽ എന്നുള്ള ക്വസ്റ്റ്യനാണ് 6 മാർക്സിന് വന്നിട്ടുണ്ട്. Next, use the WKB approximation to estimate the energy levels of a particle in a finite potential well എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 8th വൺ, ഡിറൈവ് ദ ടൈം എവല്യൂഷൻ ഇക്വേഷൻ ഫോർ ദ സ്റ്റേറ്റ് വെക്ടർ ഇൻ ദ ഇന്ററാക്ഷൻ പിക്ചർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പിക്ചർ ഫോർ സോൾവിങ് ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻസ് ഡിസ്കസ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബി പാർട്ടിൽ അഡിയാബാറ്റിക് ആൻഡ് സഡൻ അപ്രോക്സിമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഫിസിക്കൽ എക്സാമ്പിളും കൂടിയും കൊടുത്തിട്ട് ഇലസ്ട്രേറ്റ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പഠിക്കുക, റെഫർ ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാൻഡ്വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഒരു ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസും ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.